എല്ലാവർക്കും ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഹിസ്റ്ററി ക്ലാസ്സിൻ്റെ തുടക്കമാണ്. പാർട്ട് 1 ആണ് ഹിസ്റ്ററി ക്ലാസ്സാണ് എടുക്കുന്നത്. മാത്രമല്ല ഇത് ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികൾക്കും മലയാളം മീഡിയം വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിൽ നമ്മൾ സ്ക്രീനിൽ കാണുക ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികൾക്കുള്ള ഒരു ബുക്കായിരിക്കും കാണാം. എന്നാലും ഇതിൽ മലയാളം മീഡിയം വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരെ ബുക്കിൽ എന്താണ് എഴുതിയിട്ടുള്ളത് അതും പറഞ്ഞു തരുന്നതാണ്. അവരുടെ ബുക്കിലുള്ളതും പറഞ്ഞു തരും. ഓക്കെ, അങ്ങനെയായിരിക്കും. പക്ഷേ സ്ക്രീനിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ബുക്കായിരിക്കും കാണാൻ കഴിയുക. എന്തായാലും ഇത് കേൾക്കുമ്പോൾ മലയാളം മീഡിയം വിദ്യാർത്ഥികൾ അവരുടെ കയ്യിൽ ബുക്ക് തുറന്നു കൊണ്ടായിരിക്കണം ഈ ക്ലാസ് കേൾക്കേണ്ടത്. കാരണം അവരുടെ ബുക്കിലുള്ളതാണ് ഞങ്ങൾ നേർക്ക് അവർ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബുക്കിലുള്ളത് മനസ്സിലാവും. ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് അവരുടെ ബുക്കിലും പറഞ്ഞുതരും. രണ്ടാൾക്കും സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞുതരും. അപ്പോൾ രണ്ടുപേർക്ക് മനസ്സിലാവുന്നതാണ്. ഓക്കെ, അപ്പം നമ്മൾ ഹിസ്റ്ററി ക്ലാസ്സിൻ്റെ തുടക്കമാണ്. പാർട്ട് 1 ആണ്. ഇതിൻ്റെ ഫസ്റ്റത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇപ്പോൾ ബുക്ക് കാണാൻ കഴിയുന്നുണ്ടാവും എന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഇതിൽ ഫസ്റ്റത്തെ ചാപ്റ്റർ റവല്യൂഷൻ ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ വേൾഡ്, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്നാണ് മലയാളത്തിൽ പറയുക. അതാണ് നമ്മൾ ഫസ്റ്റത്തെ പാഠം. എന്താണ് റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ വേൾഡ്, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. ഓക്കെ, നമുക്ക് അമേരിക്കൻ വിപ്ലവം, അമേരിക്കൻ റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻസ്, ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ, ചൈനീസ് റവല്യൂഷൻസ്, റഷ്യൻ റവല്യൂഷൻ, ഇങ്ങനെ 5-6 വിപ്ലവങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. എന്തായിരുന്നാലും നമ്മൾ ആദ്യം പഠിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ലോഗൻ കാണാൻ കഴിയും. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ, അഥവാ മലയാളം വിദ്യാർത്ഥിയുടെ ബുക്കിൽ ഇങ്ങനെ കാണാൻ കഴിയും. പ്രാധാന്യമില്ലാതെ നികുതിയില്ല. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ, പ്രാധാന്യമില്ലാത്ത നികുതിയില്ല എന്നീ ഒരു സ്ലോഗന് ആരാണ് പറഞ്ഞത്? ഈ സ്ലോഗന് എവിടെ നിന്നാണ് ഉയർന്നത്? അതും ആരാണ് ഈ സ്ലോഗന് ഫ്രെയിം ചെയ്തത്? ഈ ഒരു മുദ്രാവാക്യം ആരാണ് ഫ്രെയിം ചെയ്തതെന്ന് ചോദിച്ചാൽ ജെയിം ഓട്ടിസ് ആണ്. ആരാണ് ജെയിം ഓട്ടിസ്? അപ്പോൾ ജെയിം ഓട്ടിസ് ഫ്രെയിം ചെയ്ത ഒരു മുദ്ര എന്ന് വെച്ചാൽ എന്താണ്? നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ, പ്രാധാന്യമില്ലാതെ നികുതിയില്ല എന്നതാണ്. ഓക്കെ, ഇന്നായിരുന്നു ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാരഗ്രാഫാണ് ഇത്. ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയും. ആദ്യം മലയാളം മീഡിയം വിദ്യാർത്ഥികൾക്കാണ്, പിന്നെയാണ് ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികൾക്ക്. ഓക്കെ, നിങ്ങളുടെ ബുക്കിൽ ഇങ്ങനെ കാണാൻ കഴിയും. 16-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി. വിഭവങ്ങൾ കൈയടക്കുക എന്നതായിരുന്നു കുടിയേറ്റത്തിൻ്റെ പ്രധാന ലക്ഷ്യം. അപ്പോൾ എന്തായിരുന്നു? 16-ാം നൂറ്റാണ്ട് തുടങ്ങിയപ്പോൾ എന്തായി? യൂറോപ്യൻസൊക്കെ എന്തായി? വടക്കേ അമേരിക്കയിലേക്ക് എന്തായി? കുടിയേറ്റൽ തുടങ്ങി. 16-ാം നൂറ്റാണ്ടായപ്പോൾ യൂറോപ്യൻസൊക്കെ വടക്കേ അമേരിക്കയിലേക്ക് കുടിയേറ്റാൻ തുടങ്ങി. മാത്രമല്ല അവരുടെ ഓരോ വിഭവങ്ങളും റിസോഴ്സസ് ഒക്കെ അഥവാ വിഭവങ്ങൾ കൈയടക്കുക എന്നതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. അപ്പോൾ ഫ്രം ദ 16th century ദ യൂറോപ്യൻ ബിഗിൻസ്, ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികൾക്ക് ഫ്രം ദ 16th century 16-ാം നൂറ്റാണ്ട് മുതൽക്ക് ദ യൂറോപ്യൻസ് തുടങ്ങി ടു മൈഗ്രേറ്റ് ടു നോർത്ത് അമേരിക്കയിലേക്ക് കുടിയേറാൻ എന്തായി? അങ്ങനെ യൂറോപ്യൻസും തുടങ്ങി. മാത്രമല്ല ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ദ മേജർ എയിം ഓഫ് ദി മൈഗ്രേഷൻ, ഈ ഒരു മൈഗ്രേഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ടു എക്സ്പ്ലോയിറ്റ് ദ റിസോഴ്സസ്, ആ റിസോഴ്സസിനൊക്കെ നശിപ്പിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. അപ്പോൾ എന്താ നമ്മളിപ്പോൾ പറഞ്ഞത്? ഇങ്ങനെ ബൈ ദ 16th century 16-ാം നൂറ്റാണ്ടായപ്പോൾ യൂറോപ്യൻസൊക്കെ വടക്കേ അമേരിക്കയിലേക്ക് കുടിയേറാൻ തുടങ്ങി. അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? അവരുടെ ഓരോ വിഭവങ്ങളും നശിപ്പിക്കുക എന്നതായിരുന്നു, കൈയടക്കുക എന്നതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. ഓക്കെ, ഫ്രം ദ 16th century, എന്താണ് 16-ാം നൂറ്റാണ്ടാണ്. ഫ്രം ദ 16th century ദ യൂറോപ്യൻസ് ബിഗൈൻ മൈഗ്രേഷൻസ് ടു നോർത്ത് അമേരിക്ക. ദ മേജർ എയിം ഓഫ് ദി മൈഗ്രേഷൻ, ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം
ടു എക്സ്പ്ലോയിറ്റ് ദ റിസോഴ്സസ്, ആ ഓരോ വിഭവങ്ങളെയും കൈയടക്കുക എന്നതായിരുന്നു. അപ്പം ഇങ്ങനെ പഠിച്ചാൽ മതി. ബൈ ദ 16th century ദ യൂറോപ്യൻസ് ബിഗെയിൻ മൈഗ്രേഷൻസ് ടു നോർത്ത് അമേരിക്ക. ദ മേജർ എയിം ഓഫ് ദി മൈഗ്രേഷൻ വാസ് ടു എക്സ്പ്ലോയിറ്റ് ദ റിസോഴ്സസ്. അങ്ങനെ 18ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കീഴിൽ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. എന്ന് വെച്ചാൽ അവിടെ എന്താ യൂറോപ്യൻസ് ഇംഗ്ലണ്ട് 13 കോളനികൾ ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് ദി നോർത്ത് അമേരിക്ക എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ എന്തായി, അഥവാ ഈസ്റ്റ് കോസ്റ്റ് ഓഫ് ദി നോർത്ത് അമേരിക്ക. അവിടെ എന്തായി, അവർ 13 കോളനികൾ എസ്റ്റാബ്ലിഷ് ചെയ്തു, നിർമ്മിച്ചു. ആരായിരുന്നു? ഇംഗ്ലണ്ടാണ്. അപ്പോൾ ഇംഗ്ലണ്ട് എന്തായി 13 കോളനികൾ അവിടെ സ്ഥാപിച്ചു. എവിടെ? ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് ദി നോർത്ത് അമേരിക്കയിൽ എന്തായി 13 കോളനികൾ സ്ഥാപിച്ചു. ഇംഗ്ലണ്ട് എന്തായി ഹാഡ് എസ്റ്റാബ്ലിഷ്ഡ്, അവർ നിർമ്മിച്ചു 13 കോളനീസ് ഇൻ ദി ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് ദി നോർത്ത് അമേരിക്കയിൽ. അപ്പം എന്തായി, അങ്ങനെ 16ാം നൂറ്റാണ്ടിൽ അവരെന്തായി അങ്ങോട്ട് മൈഗ്രേഷൻ ചെയ്തു നോർത്ത് അമേരിക്കയിലേക്ക്. അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഓരോ വിഭവങ്ങൾ കൈയടക്കുക എന്നതായിരുന്നു. അങ്ങനെ 18ാം നൂറ്റാണ്ടായപ്പോൾ ഇംഗ്ലണ്ട് എന്തായി അവിടെ 18 കോളനികൾ സ്ഥാപിച്ചു. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിൽ By the 16th century, the Europeans began migration to North America. The major aim of the migration was to exploit the resources. And by the 18th century, 18th century കഥയാണ് പറയുന്നത്. By the 18th century, by the 18th century, England had established 13 colonies. ഇംഗ്ലണ്ട് 13 colonies establish ചെയ്തു എവിടെ? In the eastern coast of the North America. നിങ്ങൾക്കിപ്പോൾ ഇതിൽ ആ 13 കോളനികളെയും ഫോട്ടോ ഇപ്പോൾ കാണാൻ കഴിയുന്നതാണ്. ഇതാണ് ആ 13 കോളനികൾ. ഓക്കെ, നിങ്ങളത് വായിച്ച് നോക്കൊന്ന് പൗസ് ചെയ്തുകൊണ്ട് വായിച്ച് നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുക. ആദ്യം മലയാളം മീഡിയം വിദ്യാർത്ഥികൾക്കായിരിക്കും ആദ്യം പറയുക, അതിന് ശേഷമായിരിക്കും ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികൾക്ക്. എന്തായാലും ഇനിയിപ്പോൾ ദ ബ്രിട്ടീഷ് ട്രീറ്റഡ് ദ അമേരിക്കൻ കോളനീസ്, ഇനി അതിനെക്കുറിച്ചിട്ടാണ്. എന്താ മെർക്കാനിലിസം എന്ന് കുറിച്ചിട്ടാണ്. ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. വാട്ട് ഈസ് മെർക്കാനിലിസം, അല്ലെങ്കിൽ എന്താണ് ഈ മെർക്കാനിലിസം എന്ന് ചോദിക്കും, മെർക്കാനിലിസ്റ്റ് എന്ന് ചോദിക്കും. ഓക്കെ, തങ്ങളുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രവും ഉൽപ്പന്നങ്ങൾ വിറ്റൊഴിക്കാനുള്ള കമ്പോളങ്ങളുമായിട്ടാണ് ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികളെ കണക്കാക്കിയിരുന്നത്. അവരുടെ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ കച്ചവടക്കാർ ഈ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയം മെർക്കാനിലിസം എന്നറിയപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട, ആ ഇംഗ്ലീഷുകാർക്ക് വേണ്ട, തങ്ങൾക്ക് വേണ്ട വ്യവസായങ്ങൾക്ക് ഓരോ ഇൻഡസ്ട്രിയിന് ആവശ്യമായ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നു, അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള ഒരു കേന്ദ്രമായിട്ടും എന്താണ് അവരിങ്ങനെ കോളനിയെ കണ്ടിട്ടുണ്ടായിരുന്നത്. അവരുടെ ഓരോ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനും മാത്രമല്ല അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റൊഴിക്കാനുമുള്ള ഒരു കേന്ദ്രമായിട്ടായിരുന്നു, അവരതിനെ കമ്പോളങ്ങളുമായിട്ടായിരുന്നു ഇംഗ്ലീഷുകാർ ആ അമേരിക്കൻ കോളനികളെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതും എങ്ങനെയാണ് സാധിച്ചത്? അവരുടെ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്താലാണ്. എന്തായത്? അവരുടെ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്താലാണ് അവരെന്ത് ചെയ്തത്? അവരുടെ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്താലാണ് അവിടെ കച്ചവടക്കാരാണ് ഈ സംഭവം കൊണ്ടുവന്നത് കേട്ടോ. കച്ചവടക്കാർ ഈ കോളനികൾ നടപ്പിലാക്കിയ വാണിജ്യ നയം അഥവാ മെർക്കാനിലിസം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികൾ ഇങ്ങനെ പറയുന്നു: ദ ബ്രിട്ടീഷ് ട്രീറ്റഡ് ദ അമേരിക്കൻ കോളനീസ്. ബ്രിട്ടീഷ് എന്തായി അമേരിക്കൻ കോളനികളെ ട്രീറ്റ് ചെയ്തു. എങ്ങനെ? ആസ് എ സെൻറ്റർ ഫോർ കളക്റ്റിംഗ് റോ മെറ്റീരിയൽസ് ഫോർ ദെയർ ഇൻഡസ്ട്രി. അവരുടെ ഓരോ വ്യവസായങ്ങൾക്ക് ആവശ്യമായ ഓരോ അസംസ്കൃത വസ്തുക്കൾ അതായത് റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനുള്ളൊരു കേന്ദ്രമായിട്ടായിരുന്നു. മാത്രമല്ല ആസ് എ മാർക്കറ്റ് ഫോർ സെല്ലിങ് ദെയർ പ്രൊഡക്ട്സ്. അവരുടെ ഓരോ പ്രൊഡക്ട്സുകളും വിറ്റഴിക്കാനുള്ളൊരു സ്ഥലവും മാർക്കറ്റുമായിട്ടായിരുന്നു അവരെന്തായിട്ടുണ്ടായിരുന്നത്, ബ്രിട്ടീഷ് കോളനികളെ അമേരിക്കൻ കോളനീസിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. ദിസ് പോളിസി ഇംപ്ലിമെൻറ്റഡ് ബൈ. ഈ പോളിസി ആരാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്? ബൈ ദ ബ്രിട്ടീഷ് മെർച്ചൻസ്. ആ ബ്രിട്ടീഷ് മെർച്ചൻസ് ആണ് എന്തായിട്ടുള്ളത്, വ്യാപാരികളാണ് ഇവിടെ ഈ ഒരു പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്.
വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദയർ മദർലാൻഡ് ഇൻ ദി അമേരിക്കൻ കോളനീസ്. അവിടെ ഇംഗ്ലണ്ട് അവിടെ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ സഹായത്തോടു കൂടിയാണ് അവിടെ എന്തായത് ഈ പോളിസി ഇംപ്ലിമെന്റ് ചെയ്തത്. അപ്പോൾ ദിസ് പോളിസി ഇംപ്ലിമെന്റഡ് ബൈ ദ ബ്രിട്ടീഷ് വിത്ത് ദ ഹെൽപ്പ് ബ്രിട്ടീഷ് മെർച്ചൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി ദർ മദർലാൻഡ് ഇന്ത്യൻ അമേരിക്കൻ കോളനീസ് ഈസ് നോൺ ആസ് മെർക്കാന്റിലിസം. അപ്പോൾ എന്താണ് ഈ മെർക്കാന്റിലിസം എന്ന് പറഞ്ഞാൽ ദ ബ്രിട്ടീഷ് ട്രീറ്റഡ് ദ അമേരിക്കൻ കോളനീസ് ഫോർ കളക്ടിങ് ദെയർ റോ മെറ്റീരിയൽസ് ആൻഡ് ഫോർ ദെയർ ഇൻഡസ്ട്രി ആൻഡ് ആസ് എ മാർക്കറ്റ് ഫോർ സെല്ലിങ് ദെയർ പ്രൊഡക്ട്സ്. ദിസ് പോളിസി ഈ പോളിസി ആർ ഇംപ്ലിമെന്റ് ചെയ്തത്? ദിസ് പോളിസി ഇംപ്ലിമെന്റഡ് ബൈ ദ ബ്രിട്ടീഷ് മെർച്ചൻസ് ആണ് കേട്ടോ. ബ്രിട്ടീഷ് വ്യാപാരികളാണ് ഈ ഒരു നയം നടപ്പിലാക്കിയത്. അപ്പോൾ ദിസ് പോളിസി ഇംപ്ലിമെന്റഡ് ബൈ ദി ബ്രിട്ടീഷ് മെർച്ചൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദെയർ മദർലാൻഡ് ഇൻ ദി അമേരിക്കൻ കോളനീസ്. ഓക്കെ, ദിസ് ഈസ് നോൺ ആസ് മെർക്കാന്റിലിസം. അതിനാണ് ഈ മെർക്കാന്റിലിസം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഇവിടെ മെർക്കാന്റിലിസ്റ്റ് ലോസ് അഥവാ മെർക്കാന്റിലിസ്റ്റ് നിയമങ്ങൾ എന്ന് പറഞ്ഞ ചെറിയൊരു ചാർട്ട് കാണാനുണ്ട്. ഓക്കെ, അപ്പോൾ 5 നിയമങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഒന്ന്, കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. അതാണ് ഒന്നാമത്തേത്. അതെ, ഇംഗ്ലീഷ് എന്താണ് കോളനികൾക്ക് കൊണ്ടുപോകണ കോളനികൾക്ക് ഗുഡ്സ് എന്ത് സാധനങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിലും എന്ത് വസ്തുക്കൾ കോളനികൾക്ക് കൊണ്ടുപോവുകയാണെങ്കിലും അല്ലെങ്കിൽ കോളനിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിലും എന്തായാൽ മതി ബ്രിട്ടീഷ് ഷിപ്സിൽ മാത്രം അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഷിപ്സിലോ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരി കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളോ മാത്രമായിരിക്കണം എന്തായിരിക്കും അതിൽ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഓരോ സാധനങ്ങൾ ബ്രിട്ടീഷ് ഷിപ്സിൽ മാത്രം കൊണ്ടുപോകാൻ പറ്റുന്നൊരു നിയമം അഥവാ ദ ഗുഡ്സ് സാധനങ്ങൾ ടു ആൻഡ് ഫ്രം ദി കോളനികളിലേക്കും കോളനികളിൽ നിന്നും മസ്റ്റ് ബി ക്യാരിഡ് ഓൺലി ഇൻ ബ്രിട്ടീഷ് ഷിപ്സ്. അത് വെറും ബ്രിട്ടീഷ് ഷിപ്സിൽ മാത്രം കൊണ്ടുപോകാൻ പറ്റുക. അല്ലെങ്കിൽ ഷിപ്സ് ബിൽറ്റ് ഇൻ ദി ബ്രിട്ടീഷ് കോളനീസ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് കോളനീസിൽ നിർമ്മിച്ചതിൽ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുക. അപ്പോൾ ദ ഗുഡ്സ് ടു ആൻഡ് ഫ്രം ദി കോളനീസ് മസ്റ്റ് ബി ക്യാരിഡ് ഓൺലി ഇൻ ബ്രിട്ടീഷ് ഷിപ്സ് ഓർ ദ ബ്രിട്ടീഷ് ഷിപ്സ് ബിൽറ്റ് ഇൻ ബ്രിട്ടീഷ് കോളനീസ്. ഓക്കെ, അതാണ് ഒരു നിയമം. രണ്ടാമത്തേതോ പ്രൊഡക്ട്സ് ഓഫ് ദി കോളനീസ് അഥവാ കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയ ഇംഗ്ലണ്ടിലേക്ക് മാത്രം കയറ്റാനാകാവൂ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സാധനങ്ങൾ പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില ഈ സാധനങ്ങൾ എന്താണ് ഇംഗ്ലണ്ടിലേക്ക് മാത്രം കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറഞ്ഞു. അതൊരു നിയമമാണ്, അത് പഠിക്കണം. അപ്പോൾ പ്രൊഡക്ട്സ് ഓഫ് ദി കോളനീസ് ആ കോളനികളുടെ പ്രൊഡക്റ്റ് ആട്ടോ. കോളനികളുടെ ഇത്ര പ്രൊഡക്ട്സ് ഉൽപ്പന്നങ്ങൾ എന്താ പഞ്ചസാര, കമ്പിളി, പരുത്തി എന്നീ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രം കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രൊഡക്ട്സ് ഓഫ് ദി കോളനീസ് ലൈക്ക് ഷുഗർ, wool, cotton, tobacco, etc. could only be exported to English. ഈ പ്രൊഡക്ട്സ് ഒക്കെ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇനി അടുത്തൊരു നിയമമാണ് കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയിലെല്ലാം ഇംഗ്ലണ്ടിന്റെ മുദ്ര പതിക്കണം. ഇപ്പം എന്താ പറഞ്ഞത്? ഇംഗ്ലണ്ടും അഥവാ ബ്രിട്ടീഷിൻ്റെ സ്റ്റാമ്പ് എന്തായിരിക്കണം എല്ലായിടത്തും ഉണ്ടായിരിക്കണം. അവരുടെ ഓരോ ലൈസൻസുകളിലും അഥവാ വിലമതിക്കാനാവാത്ത ഓരോ പേപ്പറുകളിലും മാത്രമല്ല അവരുടെ പത്രങ്ങളിലും ഒക്കെ എന്താണ് ബ്രിട്ടീഷ് സ്റ്റാമ്പ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രിട്ടീഷ് സ്റ്റാമ്പ് മറ്റ് സ്റ്റാമ്പ് മസ്റ്റ് ബി അഫിക്സ്ഡ് ഇൻ ഓൾ ലീഗൽ ഡോക്യുമെന്റ്സ്. എല്ലാ പ്രമാണങ്ങളിലും ബ്രിട്ടീഷ് സ്റ്റാമ്പ് ഉണ്ടായിരിക്കണം, അഫിക്സ് ചെയ്യണം. മാത്രമല്ല ന്യൂസ് പേപ്പറുകളിലും വേണം, പാംഫ്ലെറ്റ്സിലും വേണം, അഥവാ പാംഫ്ലെറ്റ്സിലും ലഘുലേഖകളിലും ഒക്കെ എന്താണ് വേണം, ലൈസൻസിലും വേണം. അപ്പോൾ ബ്രിട്ടീഷ് സ്റ്റാമ്പ് മസ്റ്റ് ബി അഫിക്സ്ഡ് ഇൻ ഓൾ ലീഗൽ ഡോക്യുമെന്റ്സ്, ന്യൂസ് പേപ്പേഴ്സ്, പാംഫ്ലെറ്റ്സ്, ലൈസൻസ്. ഓക്കെ, ഇനി മറ്റൊരു നിയമമാണ് കോളനീസ് മസ്റ്റ് ബി ഫുഡ് പ്രൊവൈഡ്. ഓക്കെ, കോളനികൾ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനികൾ നൽകണം. അഥവാ കോളനികളിൽ ഉള്ള അവിടെ എന്തായിട്ടുണ്ടാവും ഓരോ ബ്രിട്ടീഷ് ട്രൂപ്സൊക്കെ എന്തായിട്ടുണ്ടാവും
ഇംഗ്ലീഷുകാരുടെ സൈന്യ ഓരോ ബ്രിട്ടീഷ് ട്രൂപ്സ് അഥവാ ഇംഗ്ലീഷുകാരുടെ ഓരോ സൈന്യം അവിടെ കോളനീസിലുണ്ടാകും. അവർക്ക് വേണ്ട ഭക്ഷണം, സാധനങ്ങൾ, അവർക്ക് സൗകര്യങ്ങൾ, നിൽക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കോളനികൾ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കോളനീസ് എന്താണ്? മസ്റ്റ് ബി പ്രൊവൈഡ് ഫുഡ് ആൻഡ് ക്വാർട്ടേഴ്സ് ഫോർ ദി ബ്രിട്ടീഷ് ട്രൂപ്സ്. ആ ബ്രിട്ടീഷ് സൈനികർക്ക് എന്തായിരിക്കണം? അവർക്ക് നിൽക്കാനുള്ള സ്ഥലവും സൗകര്യങ്ങളും അവരുടെ ഫുഡൊക്കെ എന്തായിരിക്കണം? പ്രൊവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞു. വിച്ച് വേർ മെയിൻറ്റൈൻഡ് ഇൻ ദി കോളനീസ്. അവരെവിടെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്? ആ കോളനികളിൽ. അപ്പോൾ കോളനീസ് മസ്റ്റ് ബി പ്രൊവൈഡ് ഫുഡ് ആൻഡ് ക്വാർട്ടേഴ്സ് ഫോർ ദി ബ്രിട്ടീഷ് ട്രൂപ്സ് വിച്ച് വേർ മെയിൻറ്റൈൻഡ് ഇൻ ദി കോളനീസ്. ഓക്കെ. ഇനി അവസാനത്തെ ഒന്നാണ് കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ ടാക്സ് നൽകണം എന്ന് പറഞ്ഞു. അഥവാ ഈ ഒരു ഇപ്പോൾ പറഞ്ഞ പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, ടീ, ഗ്ലാസ്, പേപ്പർ, ഇവക്കൊക്കെ എന്താകണം? ടാക്സ് നൽകണമെന്ന് പറഞ്ഞു. ടാക്സ് ഇറക്കുന്നതിന് ടാക്സ് നൽകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇമ്പോർട്ട് ടാക്സ്, ഇറക്കുമതിന് ടാക്സ് നൽകണം. മസ്റ്റ് ബി പാഡ് ഫോർ ദി ഇമ്പോർട്ട് ഓഫ് ടീ, ഗ്ലാസ്, പേപ്പർ. ഈ മൂന്നെണ്ണത്തിനും എന്താകണം? കുറച്ച് സാധനങ്ങളുണ്ട്, ഇവർക്ക് ഇതിനൊക്കെ എന്താകണം? ടാക്സ് പേ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് മെർക്കാൻസ് ലോസ്. അപ്പോൾ ഏതൊക്കെയാണ്? The goods to and from the colonies must be provided in British ships or British ships built in the British colonies. Products like sugar, wool, cotton, tobacco could only exported into England. മറ്റൊരു നിയമം, British stamp must be affixed in all legal documents, pamphlets, newspapers, license like that. Okay. ഇനി അവരുടെ കോളനികളിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനികൾ നൽകണം. അഥവാ കോളനീസ് മസ്റ്റ് ബി പ്രൊവൈഡ് ഫുഡ് ആൻഡ് ക്വാർട്ടേഴ്സ് ഫോർ ദി ബ്രിട്ടീഷ് ട്രൂപ്സ് വിച്ച് വേർ മെയിൻറ്റൈൻഡ് ഇൻ ദി കോളനീസ്. ഇനി കോളനിയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. അഥവാ ഇമ്പോർട്ട് ടാക്സ് മസ്റ്റ് ബി പേഡ് ഫോർ ദി ഇമ്പോർട്ട് ഓഫ് ടീ, ഗ്ലാസ് ആൻഡ് പേപ്പർ. ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. ഇതാണ് ഈ മെർക്കാൻറ്റിസം നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇനിയിപ്പോൾ ഇങ്ങനെ ഓരോ ഈ പീപ്പിൾസൊക്കെ വളരെയധികം പ്രയാസപ്പെട്ടാണ് അവിടെ ഇങ്ങനെ കഴിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് കുറച്ച് ഐഡിയോളജീസ് എന്താ വെച്ചിട്ടുണ്ട് വരുന്നുണ്ട്. അപ്പോൾ അവരെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ. നമുക്കിവിടെ രണ്ട് ഐഡിയോളജീസിനെ കാണാൻ കഴിയും. ജോൺ ലോക്കി ആൻഡ് തോമസ് പെയിനി. ഓക്കെ. ജോൺ ലോക്കി ആൻഡ് തോമസ് പെയിനി. ജോൺ ലോക്കി എന്താ പറഞ്ഞത്? Everyone has some fundamental rights. No government have right to suspend them. അഥവാ മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന് പറഞ്ഞു. എല്ലാവർക്കും ഓരോ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്, അഥവാ മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ആർക്കും കഴിയൂല എന്ന് പറഞ്ഞു. ഒരു ഗവൺമെൻറ്റിന് അവകാശമില്ല എന്ന് പറഞ്ഞു. അതാണ് അയാളുടെ വാക്ക്. എന്താണ്? Everyone has some fundamental rights. No government has to right to suspend them. ഓക്കെ. തോമസ് പെയിനി എന്താണ് പറഞ്ഞത്? There is something absurd in supposing a continent അഥവാ നോർത്ത് അമേരിക്ക be perpetually governed by a foreign power. അഥവാ ഇംഗ്ലണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കുമെന്ന് യുക്തിക്ക് നിരക്കുന്നതല്ല. അതെന്ന് പറഞ്ഞാൽ ഒരു ഫോറിൻ പവറിനും ഏതൊരു വിദേശ ശക്തിക്കും കഴിയൂലാണ് ഒരു പറഞ്ഞു. അയാൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? cannot rule a foreign power the North America എന്നാ ഉദ്ദേശിച്ചത് അവിടെ. അഥവാ there is something absurd in supposing a continent be perpetually governed by the foreign power. ഒരു ഫോറിൻ പവറിന് കഴിയൂല. അപ്പം അതെങ്ങനെ പറയാം? There is something absurd in supposing a continent be perpetually governed by a foreign power. ഒരു ഫോറിൻ പവറിന് കഴിയൂല എന്ന് പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ എൻ്റർ കോണ്ടിനെൻ്റ് അസംബ്ലീസ്, വൻകര ഒന്നാകെ സമ്മേളിക്കുന്നു എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾക്കിവിടെ ഫോട്ടോ ഒക്കെ കാണാൻ കഴിയുന്നുണ്ടാവും. ഇതാണ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ. നമുക്ക് വിഷയത്തിലേക്ക് പോവാം.
ഓക്കെ, ദ എൻ്റർ കോണ്ടിനെൻ്റ് അസംബ്ലീസ് അഥവാ വൻകര ഒന്നാകെ സമ്മേളിക്കുന്നു. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായി ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ 1774 ഫിൽഫാഡിൽ സമ്മേളിച്ചു. അപ്പം എന്താണ്, മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ നിയമങ്ങൾക്കും എതിരെ എന്തായി പ്രതികരിക്കാനായി ജോർജിയ ഒഴികെയുള്ള അഥവാ ജോർജിയ ഇല്ല ഇതിൽ. അപ്പം 13 കോളനിയിൽ ജോർജിയ എന്ന കോളനി ഒഴികെ എന്തായി മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ നിയമങ്ങൾക്കൊക്കെ എതിരായിക്കൊണ്ട് എന്തായി പ്രതികരിക്കാൻ വേണ്ടി ഒരു സമ്മേളനം നടത്തി. ഒരു സമ്മേളനത്തിൽ ജോർജിയ ഉണ്ടായിരുന്നില്ല. അതും എന്നാണ് സംഭവിച്ചിട്ടുള്ളത്? 1774 ഫിൽഫാഡിയിലാണ് അവൾ സമ്മേളിച്ചിട്ടുള്ളത്. അപ്പോൾ ദ ഡെലിഗേറ്റ്സ് ഓഫ് ദി കോളനീസ്, ആ കോളനീസ് എല്ലാ ഡെലിഗേറ്റ്സും എന്തായി എക്സ്പെക്ട് ജോർജിയ ഇല്ല, മെറ്ററ്റ് ഫിൽഫാഡിയിൽ അവർ ഒത്തുചേർന്നു. ഇൻ 1774 അഥവാ 1774 അവർ ഒരുമിച്ച് കൂടി. അത് എന്തിനായിരുന്നു? To protect against the policies and rules imposed by the government by the ഇംഗ്ലണ്ട് എന്താ ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കും ദ പോളിസീസ് ആൻഡ് ദ റൂൾസ് ഇമ്പോസ്ഡ് ബൈ ദ ഗവൺമെൻറ്, ഇംഗ്ലണ്ട് ഉണ്ടാക്കിയ നിയമങ്ങൾക്കും ന്യായങ്ങൾക്കും എതിരെ ആയിക്കൊണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ പറയുക? ദ ഡെലിഗേറ്റ്സ് ഓഫ് ദി കോളനീസ് എക്സ്പെക്ട് ജോർജിയ മെറ്റ് അറ്റ് ഫിൽഫാഡിയ, അവർ ഫിൽഫാഡിയിൽ ഒരുമിച്ച് കൂടി. ടു പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ദ പോളിസീസ് ആൻഡ് റൂൾസ് എംബോസ്ഡ് ബൈ ദ ഇംഗ്ലണ്ട്. ഇറ്റ് ഈസ് നോൺ ആസ് ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. ഇതിനാണ് എന്ത് പറയപ്പെടുന്നത്? ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന് അറിയപ്പെടുന്നത്. മാത്രമല്ല ഇനിയൂടെ ഉണ്ട്, കുറച്ചുകൂടി നിങ്ങൾക്ക് കാണാൻ കഴിയും. Subsequently, people of the colonies submitted a petition to the King of the England. They demanded to the revocations of the regulations enforced on industry and commerce and not to impose tax without the approval of the people. Okay, അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? തുടർന്ന് വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കമെന്നും തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കോളനി ജനത ഇംഗ്ലണ്ട് രാജാവിന് നിവേദനം നൽകി. അങ്ങനെ അവരെന്തായി, അങ്ങനെ ആ ഒരു ഇതിൽ ഇംഗ്ലണ്ട് രാജാവിന് ഒരു നിവേദനം നൽകി. എന്താണ് അവർ പറഞ്ഞത്? തുടർന്ന് വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ, അതിന് വ്യാപാരത്തിന് ഏർപ്പെടുത്തിയിട്ടുള്ള ഓരോ നിയന്ത്രണങ്ങൾ ഉണ്ടല്ലോ, ആ നിയന്ത്രണങ്ങളൊക്കെ നീക്കണമെന്നും മാത്രമല്ല അവരുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തൂല, അവരുടെ അവകാശമില്ലാതെ നികുതിയും ചുമത്തൂല എന്നൊരു പെറ്റീഷൻ എന്തായി രാജാവിൻ്റെ കിങ്ങിലേക്ക് എന്തായി അവർ വെച്ചു. എന്ന് പറഞ്ഞാൽ people of the colonies submitted a petitions to the king of the England. They demanded, അവർ എന്താ ഡിമാൻഡ് ചെയ്തത്? The revocation of the regulations enforced on the industry. എന്ന് പറഞ്ഞാൽ തുടർന്ന് വ്യവസായങ്ങൾക്കും വ്യാപാരത്തിന് ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കണമെന്ന്. എന്തായിരുന്നു? demanded the revocation of the regulations enforced in their own industry and commerce and not to impose tax without the approval of the people. ജനങ്ങളുടെ അംഗീകാരമില്ലാതെ ടാക്സ് മടക്കൂല എന്നവർ പറഞ്ഞു. അപ്പോൾ നോട്ട് ടു ഇമ്പോസ് ടാക്സ് വിത്തൗട്ട് ദ അപ്രൂവൽ ഓഫ് ദി പീപ്പിൾ. എങ്ങനെ? നോട്ട് ടു ഇമ്പോസ് ടാക്സ് വിത്തൗട്ട് ദി അപ്രൂവൽ ഓഫ് ദി പീപ്പിൾ. ഓക്കെ, പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തിട്ടും അവിടുത്തെ ഒരു രാജാവ് എന്താ ചെയ്യുന്നത്? ബട്ട് ദ കിങ് സെൻഡ് എ മിലിറ്ററി ഫോഴ്സ് ടു suppress the people. They led to war between the England and the colonies. അതിനൊക്കെ പകരമായിക്കൊണ്ട് ഇത് ഇംഗ്ലണ്ടും എങ്ങനെ അവിടെ അതിൻ്റെ ശേഷം ഇപ്പം എന്താ സംഭവം ഉണ്ടായത്? രാജാവിന് നിവേദനമൊക്കെ നൽകി. എന്നാൽ രാജാവ് ജനങ്ങളെ അടിച്ചമർത്താനായി സൈനികരെ അയച്ചു. ഇങ്ങനെയൊരു പെറ്റീഷൻ വെച്ചപ്പോൾ എന്തായി? രാജാവ് എന്തായി അങ്ങോട്ടൊരു സൈന്യത്തെ അയച്ചു. അവരെ തച്ചമർത്താനായിട്ട് സൈനികരെ അയച്ചു. അപ്പോൾ ഇങ്ങനെ പെറ്റീഷൻ ഡിമാൻഡ് ചെയ്തപ്പോൾ പക്ഷേ എന്നിരുന്നാലും ദ കിങ് സെൻഡ് എ മിലിറ്ററി ഫോഴ്സ് ടു സപ്രസ് ദ പീപ്പിളെ സപ്രസ് ചെയ്യാൻ വേണ്ടി ഒരു മിലിറ്ററി ഫോഴ്സ് അയച്ചു. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഈ ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ
The delegates of the all colonies met at Philadelphia in 1774 to protest against the policies and rules imposed by the England. Okay, this is known as First Continental Congress. ഇതിനാണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നത്. എങ്ങനെയായിരുന്നു? ജനങ്ങൾ എന്തായി? ദ പീപ്പിൾസ് കോളനീസ് സബ്മിറ്റഡ് പെറ്റീഷൻസ് ടു ദി ഇംഗ്ലണ്ട് കിങ് ഓഫ് ദി ഇംഗ്ലണ്ട്. അങ്ങനെ ഒരു ഇംഗ്ലണ്ട് രാജാവിലേക്ക് ഒരു പെറ്റീഷൻ അവരെന്തായി നിവേദനം ചെയ്തു. എന്തായിരുന്നത്? They demanded the revocation of the regulations enforced on industry and commerce and not to impose tax without the approval of the people. അപ്പം എന്താ പറഞ്ഞത്? തുടർന്ന് വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നു മാത്രമല്ല, തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായിട്ടുള്ള ഒരു നിവേദന രാജാവിനോട് പെറ്റീഷൻ നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ രാജാവ് എന്ത് ചെയ്തു? അവിടെ അടിച്ചമർത്താനായിട്ട് ഒരു സൈനികരെ അവിടേക്ക് അയച്ചു. ബട്ട് ദ കിങ് സെൻഡ് എ മിലിറ്ററി ഫോഴ്സ് to suppress the people. ഇത് കാരണമായി എന്തിന്? ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള ഒരു വാറിന് അത് കാരണമായി. ഓക്കെ, ഒരു യുദ്ധത്തിന് അത് കാരണമായി. This led to the war between England and the colonies. ഓക്കെ, ഇനി ദ സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് ആണ്. രണ്ടാമത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ്. ഓക്കെ, ഈ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. അതേപോലെ സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് ഹെൽഡ് അറ്റ് ഫിൽഫാഡിയ. അങ്ങനെ എന്തായി? 1775 ഫിലാഡൽഫിയയിൽ ചേർന്ന് രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ജോർജ് വാഷിംഗ്ടൺ കോണ്ടിനെന്റിന്റെ സൈന്യ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പം എന്തായത്? രണ്ടാമത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസ് ഫിൽഫാഡിയയിലാണ് ഉണ്ടായിരുന്നത്. മാത്രമല്ല 1775 അതിൽ ജോർജ് വാഷിംഗ്ടന് എന്തായി? സൈന്യത്തിന്റെ തലവനായിക്കൊണ്ട് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അഥവാ ദ സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് ഹെൽഡ് അറ്റ് ഫിൽഫാഡിയ. അതും ഫിൽഫാഡിയയിൽ തന്നെ ഉണ്ടായിട്ടുള്ളത്. അത് ഡേറ്റ് എത്രയാണ്? 1775 1775 അതിൽ എന്തായി? ജോർജ് വാഷിംഗ്ടണിന്റെ കമാൻഡർ ചീഫ് ഓഫ് ദി കോണ്ടിനെന്റൽ ആർമി ആയിട്ട് സെലക്ട് ചെയ്തു. ആൻഡ് എലക്ടഡ് ദ ജോർജ് വാഷിംഗ്ടൺ ദ കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദി കോണ്ടിനെന്റൽ ആർമി. ഡ്യൂറിങ് ദിസ് ടൈം, ഈ ടൈമിൽ the pamphlet titled Common Sense Thomas Paine declared it was the wise for the American to break the ties with the Britain. അവിടെ ഉദ്ദേശിച്ചത്, ഈ സമയത്ത് തോമസ് പെയിനി തൻ്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖയുടെ ഇംഗ്ലണ്ടിൽ നിന്നും കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ ഇംഗ്ലണ്ടിൽ നിന്നു വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തിയെന്ന് പ്രഖ്യാപിച്ചു. അപ്പം എന്താ ചെയ്തത്? അങ്ങനെ എന്താ ഈ ഒരു സമയത്ത് ഡ്യൂറിങ് ദിസ് ടൈം, ഈ ഒരു സമയത്ത് ദ പാംഫ്ലെറ്റ് ടൈറ്റിൽ ദ കോമൺ സെൻസ്, അങ്ങനെ കോമൺ സെൻസ് എന്ന ടൈറ്റിൽ ചെയ്ത ഒരു ലഘുലേഖ എന്തായി? തോമസ് പെയിൻ ഡിക്ലെയർ ചെയ്തു. എന്താ ഡിക്ലെയർ ചെയ്തത്? ഇറ്റ് വാസ് വൈസ് ഫോർ ദ അമേരിക്കൻ ടു ബ്രേക്ക് ദ ടൈസ് വിത്ത് ദ ബ്രിട്ടൻ. എന്തായിരുന്നു? ഇംഗ്ലണ്ടിൽ നിന്നു വേർപിരിയുകയായിരുന്നു അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവ്വം പ്രവർത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചു. എന്തായിരുന്നു പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്? ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തിയെന്ന് പ്രഖ്യാപിച്ചു. എന്തായിരുന്നു അത്? ഡ്യൂറിങ് ദ ടൈം ദ pamphlet titled The Common Sense തോമസ് പെയിൻ എന്താ ഡിക്ലെയർ ചെയ്തത്? പ്രഖ്യാപിച്ചത്? ദാറ്റ് അത് ഇറ്റ് വാസ് ദ വൈസ് ഫോർ ദ അമേരിക്കൻ ടു ബ്രേക്ക് ദ ടൈസ് വിത്ത് ദ ബ്രിട്ടൻ എന്നതായിരുന്നു. എന്തായിരുന്നാലും സെക്കൻഡ് നോക്കാം. 1776 എന്തായി? ജൂലൈ 4 അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ലോക പ്രശസ്ത സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. അതിന് കാരണമായി എന്താ? ദ അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ഇഷ്യൂഡ് ദ ഡിക്ലറേഷൻ ഓഫ് ദി ഇൻഡിപെൻഡൻസ്, ഫേമസ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. അമേരിക്കൻ കോളനീസ് എന്തായി? അത് ഫേമസ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിന് അത് കാരണമായി.
അത് ദ അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ഉണ്ടല്ലോ, അത് ദ ഫേമസ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യ, അതും എന്നാണ് ജൂലൈ 1776 ജൂലൈ 4 അത് ഫേമസ് ഡിക്ലറേഷൻ എന്തായി, ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. എന്തിൻ്റെ ഇൻഡിപെൻഡൻസ് ആണ്, സോറി ഇന്ത്യൻ ഡിക്ലറേഷൻ ആണ് ഇൻഡിപെൻഡൻസിൻ്റെ. അപ്പോൾ ഫേമസ് ഡിക്ലറേഷനായ ഇൻഡിപെൻഡൻസിൻ്റെ അതിനൊരു കാരണമായി. അപ്പോൾ എന്താണ്, ദ അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ഇഷ്യൂഡ് ദ ഫേമസ് ഡിക്ലറേഷൻ ഓഫ് ദി ഇൻഡിപെൻഡൻസ് ഓൺ ഫോർ ജൂലൈ 1976. അപ്പോൾ 1976 ജൂലൈ 4 അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യത്തിന് എന്തായി, അത് കാരണമായി ഓക്കെ നടത്തി. ഓക്കെ, ദ ഡിക്ലറേഷൻ വാസ് പ്രിപ്പയർഡ് ബൈ തോമസ് ജെഫേഴ്സൺ ആൻഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞാൽ തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവരാണ് തയ്യാറാക്കിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്. ആരൊക്കെയായിരുന്നത്, സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നത്, പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്, തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ആരൊക്കെയായിരുന്നു, അത് എക്സാമിന് വരും. അത് ആരൊക്കെയായിരുന്നു, തോമസ് ജെഫേഴ്സൺ ആൻഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവരായിരുന്നു. ഓക്കെ, ഇനി അവസാനമായിട്ട് നോക്കുക, ദ വാർ ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് ദ കോളനീസ്. ഓക്കെ, സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം 1781 അവസാനിച്ചു. അങ്ങനെ എന്തായി, ദ വാർ ബിറ്റ്വീൻ ദ ഇംഗ്ലണ്ട് ആൻഡ് ദ കോളനീസ് ഇൻ നോർത്ത് അമേരിക്ക ദ ബെഗൻ വിത്ത് ദ ഡിക്ലറേഷൻ ഓഫ് ദി ഫ്രീഡം എൻഡഡ് ഇൻ 1781 എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടും കോളനീസും തമ്മിലുള്ള യുദ്ധം നോർത്ത് അമേരിക്കയിൽ. ആ യുദ്ധം എന്താണ്, ഫ്രീഡത്തിൻ്റെ ഡിക്ലറേഷൻ്റെ തുടക്കമായിക്കൊണ്ടാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ ടൈമിൽ തുടങ്ങിയ ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധം നോർത്ത് അമേരിക്കയിൽ എന്തായി, നോർത്ത് അമേരിക്കയിലുള്ള ഇംഗ്ലണ്ടും ആ കോളനീസും തമ്മിലുള്ള യുദ്ധം 1781 എന്തായത് അവസാനിച്ചു. അങ്ങനെ 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് 13 കോളനികൾക്ക് എന്തായി, സ്വാതന്ത്ര്യം അംഗീകരിച്ചു. അങ്ങനെയാണ് അക്കോർഡിംഗ് ടു ദി എന്ന് പറഞ്ഞാൽ 1783 പാരീസ് ഉടമ്പടി, അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് എന്തായി, 1783 പാരീസ് ഉടമ്പടി പ്രകാരമായിക്കൊണ്ട് ഇംഗ്ലണ്ട് എന്തായി 13 കോളനികൾക്കും എന്തായി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അപ്പം എന്തായി, അക്കോർഡിംഗ് ടു ദ ട്രീറ്റി ഓഫ് ദി പാരീസ് ഇൻ 1783, അക്കോർഡിംഗ് ടു ദി ട്രീറ്റി ഓഫ് ദി പാരീസിന് യോജിച്ചുകൊണ്ട് ഇംഗ്ലണ്ട് റാറ്റിഫൈഡ് ദ ഫ്രീഡം ഓഫ് ദി 13 കോളനീസ്, 13 കോളനികൾക്കും ഫ്രീഡം നൽകി. അപ്പോൾ എന്താ ഇവിടെ നിന്ന് പറഞ്ഞത്, ദ വാർ ബിറ്റ്വീൻ ദ ഇംഗ്ലണ്ട് ആൻഡ് ദ കോളനീസ് എൻഡഡ് ഇൻ 1783. 1783 അതാ ഇമ്പോർട്ടൻറ്റ്, അത്ര പഠിച്ചാൽ മതി. 1783. ഓക്കെ, ദ വാർ ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് ദ കോളനീസ് ഇൻ നോർത്ത് അമേരിക്ക that began with the declaration of the freedom. ഇത്ര പഠിച്ചാൽ മതി, അവിടെ ഇത്രയുള്ള ഇമ്പോർട്ടൻ്റ്. ദ വാർ ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് ദ കോളനീസ് ഇൻ നോർത്ത് അമേരിക്ക എൻഡഡ് ഇൻ 1783. അപ്പോൾ 1783 യുദ്ധം അങ്ങനെ കഴിഞ്ഞു. 1781 യുദ്ധം അങ്ങനെ കഴിഞ്ഞു. മാത്രമല്ല അക്കോർഡിംഗ് ടു ദി ട്രീറ്റി ഓഫ് ദി പാരീസ്, അങ്ങനെ പാരീസ് ഉടമ്പടി പ്രകാരം എന്തായി 1783 13 കോളനികൾക്കും എന്തായി 13 കോളനികൾക്കും ഇംഗ്ലണ്ട് എന്തായി സ്വാതന്ത്ര്യം നൽകി. ഓക്കെ, അക്കോർഡിംഗ് ടു ദി ട്രീറ്റി ഓഫ് ദി പാരീസ് ഇൻ according to the treaty of the Paris in 1783 the England declared the freedom of the 13 colonies. അത്ര പഠിച്ചാൽ കേട്ടോ. അങ്ങനെയൊക്കെ ഇപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയത് ഇത്രയുള്ളൂ. ദ വാർ ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് ദ കോളനീസ് ഇൻ നോർത്ത് അമേരിക്ക that ended in 1781 and according to the treaty of the Paris in 1783 the freedom declared by England for 13 colonies. ഓക്കെ, അത്രയുള്ളൂ. തുടർന്ന് ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ എന്തായി അമേരിക്കക്കായി ഭരണഘടന തയ്യാറാക്കി. അങ്ങനെ അമേരിക്കക്കായി ഒരു ഭരണഘടന തയ്യാറാക്കി. അതും ആരുടെ ലീഡർഷിപ്പിലായിരുന്നു എന്ന് ചോദിക്കും. അതായിരുന്നു ജെയിംസ് മാഡിസൺ. അപ്പോൾ ജെയിംസ് മാഡിസന്റെ ലീഡർഷിപ്പിലായിക്കൊണ്ട് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻസ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കി ഫ്രെയിം ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ കൺവെൻഷൻ ഹെൽഡ് അറ്റ് ഫിലാഡൽഫിയ
ദ കോൺസ്റ്റിറ്റ്യൂഷൻ കൺവെൻഷൻ എന്തായി, അത് ഫിൽഫാഡിയിൽ ഉണ്ടായി. മാത്രമല്ല അത് മറ്റേ ഇയാളെ കീഴിൽ ജെയിംസ് മഡിസന്റെ കീഴിൽ അഥവാ ജെയിംസ് മഡിസന്റെ ലീഡർഷിപ്പിൽ എന്തായി, ദ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഫ്രെയിം ചെയ്തു. അപ്പോൾ ദ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിംഡ് ബൈ ദി ജെയിംസ് മഡിസൺ. ഓക്കെ. മാത്രമല്ല ജോർജ് വാഷിങ്ടൺ എന്തായിപ്പെട്ടു, മാത്രമല്ല പുതിയ ഭരണഘടന പ്രകാരം രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായി ജോർജ് വാഷിങ്ടൺ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ഫസ്റ്റ് പ്രസിഡന്റ് അമേരിക്കൻ്റെ ആരായിരുന്നു, അതാണ് അവിടെ ഇമ്പോർട്ടൻ്റ്. ആരായിരുന്നു? ജോർജ് വാഷിങ്ടൺ ആയിരുന്നു. അപ്പോൾ ജോർജ് വാഷിങ്ടൺ became the first president of the United States of the America. യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആരായിരുന്നു? ജോർജ് വാഷിങ്ടൺ ആയിരുന്നു. ഓക്കെ. ജോർജ് വാഷിങ്ടൺ വാസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ദി അമേരിക്ക. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയതൊന്നുകൂടി പറഞ്ഞുതരാം. ദ വാർ ബിറ്റ്വീൻ ദ ഇംഗ്ലണ്ട് ആൻഡ് ദ കോളനീസ് ended in 1781. According to the Treaty of the Paris in 1783, the England ratified the freedom to 13 colonies. The American Constitution framed by under the leadership of the James Madison and George Washington became the first president of the United States of the America. ഓക്കെ. ഇനി അതിനുണ്ടായ നേട്ടങ്ങൾ. ഓക്കെ. അതിൻ്റെ റിസൾട്ട്, ഈ ഓരോ വിപ്ലവത്തിൻ്റെയും റിസൾട്ട് എന്തായിരുന്നു? ഓക്കെ. പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനം, ലക്ഷ്യബോധം നൽകി. അഥവാ മറ്റുള്ള രാജ്യങ്ങൾക്കൊക്കെ എന്തായി, ഓരോ മോട്ടിവേഷനും ഡയറക്ഷനൊക്കെ നൽകി. ഗേവ് ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻസ് ടു ലേറ്റർ ഫ്രീഡം സ്ട്രഗിൾസ് ആൻഡ് റവല്യൂഷൻസ് ഓൾ ഓവർ ദ വേൾഡ്. അപ്പോൾ പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും എന്തായി, പ്രചോദനവും ലക്ഷ്യബോധവും നൽകി. അഥവാ ഗേവ് ഡയറക്ഷൻ ലക്ഷ്യബോധവും മാത്രമല്ല അതിൻ്റെ മോട്ടിവേഷൻസ് ടു ലേറ്റർ ഫ്രീഡം സ്ട്രഗിൾസ് റവല്യൂഷൻസ് ഓൾ ഓവർ ദി വേൾഡ്. അപ്പോൾ എന്താണ് ഗേവ് ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻസ് ടു ലേറ്റർ സ്ട്രഗിൾ ടു ലേറ്റർ ഫ്രീഡം സ്ട്രഗിൾസ് ആൻഡ് റവല്യൂഷൻസ് ഓൾ ഓവർ ദി വേൾഡ്. അപ്പോൾ അതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്. റിസൾട്ടിൽ ഗേവ് ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻസ് ടു ദി ലേറ്റർ ഫ്രീഡം സ്ട്രഗിൾസ് ആൻഡ് റവല്യൂഷൻസ് ഓൾ ഓവർ ദി വേൾഡ്. പിന്നെ എന്താണ്, റിപ്പബ്ലിക്കൻ ഭരണ രീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു. എന്നാൽ പുട്ട് ഫോർവേഡ് ദ കൺസെപ്റ്റ് ഓഫ് ദി റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ്. അപ്പോൾ എന്താ മുന്നോട്ട് വെച്ചത്? പുട്ട് മുന്നോട്ട് വെച്ചു ദ കൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ്റിൻ്റെ ഒരു കാര്യം എന്തായി മുന്നോട്ട് വെച്ചു. പുട്ട് ഫോർവേഡ് ദ കൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ്. അപ്പം എന്താണ് പുട്ട് ഫോർവേഡ് കൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ്. മാത്രമല്ല ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കി. പ്രിപ്പയർഡ് ദ ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. മാത്രമല്ല പിന്നെ contributed to the concept of federal system that ensured freedom and authority of the states in the union. എന്ന് വെച്ചാൽ സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകി. എന്താ നൽകിയിട്ടുള്ളത്? കോൺട്രിബ്യൂട്ടഡ് the concept of federal system that ensured freedom and authority of states in the union. ഓക്കെ. എന്തൊക്കെയായിരുന്നു അതിൻ്റെ റിസൾട്ടുകൾ? ഗേവ് ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻസ് ടു ലേറ്റർ ഫ്രീഡം സ്ട്രഗിൾസ് ആൻഡ് റവല്യൂഷൻസ് ഓൾ ഓവർ ദി വേൾഡ്. രണ്ടാമത് പുട്ട് ഫോർവേഡ് ദ കൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താണ്? പ്രിപ്പയർഡ് ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. പിന്നത്തെ പോയിന്റ് എന്ന് വെച്ചാൽ contributed the concept of federal system that ensured freedom and authority of the states in the union. ഓക്കെ. അപ്പോൾ ഇതാണ് അതിൻ്റെ റിസൾട്ട്സുകൾ, ആ ഒരു റവല്യൂഷൻ്റെ റിസൾട്ട്സുകൾ. ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഫ്രഞ്ച് റവല്യൂഷനാണ്. അത് നമുക്ക് നെക്സ്റ്റ് പാർട്ടിലായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.